ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കിയാലോ, ഇതാണ് കുക്കർ മത്തി. അപ്പോൾ കുക്കർ മത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളിത് കുക്കറിലാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു പാൻ മാത്രം മതി. എന്നാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് കിട്ടുകയും ചെയ്യും. എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. അപ്പോൾ ഇതൊക്കെ കൂടെ നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മത്തിയിലോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി കൈകൊണ്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 15 മിനിറ്റ്സ് ഒക്കെ മതിയാവും. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചുവന്നുള്ളി, നമ്മുടെ കുഞ്ഞുള്ളി എന്നൊക്കെ പറയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചുവന്നുള്ളി ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, കാരണം നമ്മുടെ ഈ കുക്കർ മത്തിക്ക് ഇത്തിരി കൂടെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇതിനെ ആരും സ്കിപ്പ് ചെയ്യരുത്. എന്നിട്ട് ഈ ചുവന്നുള്ളി ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ മത്തി ഓരോന്നായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് ആ പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തിയെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് സ്ലോ കുക്കിൽ ഒരു സെമി ഗ്രേവിയിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കുറച്ച് നേരം നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നമ്മുടെ നല്ല മസാലയുടെ മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ മത്തി ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സെമി ഗ്രേവി ആയിട്ടുള്ള നമ്മുടെ കുക്കർ മത്തി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പോയി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.